ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനൊരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണ്ടി പറയാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, എടാ എൻ്റെ ഫ്രണ്ട് മുടിയെല്ലാം പൊഴിഞ്ഞു പോവാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് കഷൻ്റെ ആവുമെന്ന് വരെ പേടിയുണ്ട്. ഇപ്പം ഏകദേശം മുമ്പുള്ളതിനേക്കാളും അത്യാവശ്യം ടു എക്സ് ടൈമിലാണ് എൻ്റെ മുടി ഇപ്പോൾ പൊഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഹെയർ കെയർ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചത് ഫ്രം ഒരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുരട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിനൊക്കെ വലുതായിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബേസ് ഗൈസ്. ബേസ് എന്ന് പറയുമ്പോൾ മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും. നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടന്നിരിക്കണം. അതുപോലെ തന്നെ ബോഡിയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസിന്റെ ഇൻടേക്ക് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും 50% നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും അതുപോലെ സ്കാൽപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എന്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ദെൻ നമുക്കിപ്പോൾ സ്കാൽപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സ്കാൽപ്പിനെ പറ്റി പറയുവാണെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കണം, ഓൾവേസ് ക്ലീൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഓയിൽ കണ്ടിന്യൂസ്ലി പുരട്ടുന്ന ഒരാളാണെങ്കിൽ ആ ഓയിൽ കണ്ടിന്യൂസ്ലി പുരട്ടുന്ന ഒന്ന് കുറച്ചിട്ട് വീക്ക്ലി ഒരു ട്വൈസോ അങ്ങനെയൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിപ്പം ഓയിലൊക്കെ പുരട്ടുന്ന സമയത്ത് അത് അവിടെ ഇരുന്നിട്ട് അഴുക്കുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് മുടിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൂപ്പ് കിടക്കുന്നതിൽ പരം അകത്ത് സ്കാൽപ്പിലേക്ക് തേക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ നമ്മൾ വീക്ക്ലി ഒരു ട്വൈസോ ത്രൈസോ ഒക്കെ മാത്രം നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ കൂടുതലായിട്ടും വീക്കെൻഡ്സിലൊക്കെ നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ എന്ത് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മീൻസ് കുറച്ച് ഓവറായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 20 or 30 ഒരു മണിക്കൂർ ആയിക്കോട്ടെ, എക്സ്റ്റെൻഡ് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് നന്നായിട്ട് കഴിക്കുക. അതിന് ഓയിലിന്റെ കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ വേണം നമ്മുടെ സ്കാൽപ്പിനെ നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻസ് വേണം. ബ്ലഡ് സർക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഡ് മസാജ് ആണ്. അതിന് വേണ്ടി നമുക്ക് ഓൺലൈനിൽ കുറേ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു 5 to 10 minutes ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീക്കെൻഡ്സിലൊക്കെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അതിന് വേണ്ടി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡിന്റെ കാര്യത്തിലേക്ക് പോകാം. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് അത്യാവശ്യം ന്യൂട്രിയൻ റിച്ച് ആണ് എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. ബിക്കോസ് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രമേ ഹെയറും ഓക്കെ ആവത്തുള്ളൂ. അപ്പം ഹെയറിന്റെ മുടി വളരും എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ മുടി കൊഴിയുന്നത് കുറയും. അത് ട്രൂത്ത് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എടുക്കാൻ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ്ലി പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ ബയോട്ടിൻ വേണം, അതുപോലെ തന്നെ അയൺ വേണം. കുറച്ച് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അങ്ങനെ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ്സ് ആണ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് ഒബിയസ്ലി അറിയാം, മിൽക്ക്, മീറ്റ്, അതുപോലെ തന്നെ എന്തായാലും അങ്ങനത്തെ ഉള്ള ഫുഡ്സ് എല്ലാം, എഗ്ഗ്, അതൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുന്നതാണ്. എന്നാൽ കൂടി നമ്മൾ നല്ല രീതിക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അയൺ അടങ്ങിയിട്ടുള്ള നമ്മുടെ ചീര, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് അധികമാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഫ്ലാക്സ് സീഡ് ഈസ് വെരി ഗുഡ് ഫോർ അവർ ഹെയർ എന്ന് വെച്ച് പറയാം. നമ്മൾ ഈ ഓട്സ് ഒക്കെ ഉണ്ടാക്കും, അതിനകത്ത് കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ട് കഴിച്ചാൽ മതി. ആഡ് ചെയ്യേണ്ട ഒരു ന്യൂട്രിയൻ ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. ബയോട്ടിൻ നമ്മുടെ എഗ്ഗിന്റെ യോക്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതുപോലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കാര്യമാണ് വെള്ളം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല ഗൈസ്. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാൻ തുടങ്ങും, അതുപോലെ ഡാൻഡ്രഫ് ഹൈ ആവാൻ തുടങ്ങും, ഹെയർ ഫോൾ ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ വെള്ളം ഇല്ലാതാവുന്നത് കൊണ്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത്. സോ